നേതാവിനറിയാമോ, ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിൽ ഞാൻ 6 യൂണിയന്റെ പ്രസിഡന്റ് ആയിരുന്നു. എത്ര തൊഴിലാളികളെയാണ് ഞാൻ രക്ഷിച്ചിരിക്കുന്നതെന്നറിയാമോ? ഈശോ, സ്ഥിരം പണിയും പ്രോഗ്രാം ഫണ്ടും ഗ്രാറ്റുവിറ്റിയും ESI ഒക്കെ അവർക്ക് ആദ്യമായിട്ട് വാങ്ങിച്ചു കൊടുത്തത് ഞാനാ. എന്നിട്ട് എന്താ കാര്യം? തൊഴിലാളി വളർന്നു, യൂണിയൻ പിളർന്നു, വർക്ക് തളർന്നു. ഇന്ന് ആരെങ്കിലും എന്നെ പണ്ടത്തെ പോലെ യൂണിയൻ വർക്ക് എന്ന് വിളിച്ചാൽ അവനെ ഞാൻ കൊല്ലും. ഈ കാലം നേതാവിന് വേണോ? ഇന്നത്തേക്കുള്ളതൊക്കെ ഒരുവിധമായി. എന്നാ അച്ചാർ തൊട്ടാ മതി. എന്താ തൊഴണ്ടെന്ന് ഞാൻ ആലോചിച്ചോളാം. വെറുതെ ഒരു തോന്നല, ഒന്നും സംഭവിച്ചില്ല. കുറെ നേരം ഇരുന്ന് നോക്കി, പോയില്ല. എന്റെ ഗ്ലാസ് എവിടെ? ഗ്ലാസ് ഒക്കെ എവിടെയുണ്ട്, ഞാൻ തൊട്ടിട്ടില്ല. എനിക്കങ്ങനെയാ, മനസ്സിൽ എന്തെങ്കിലും ഒരു കൊച്ചു ടെൻഷൻ തോന്നിയാ മതി, ഒരു കക്കുസപ്പാൻ തോന്നും. എന്നാ പോവോ? അതുമില്ല, ഒരു മുട്ടിഞ്ഞ സൂക്കേടാ. കാര്യം ഊണോങ്കി ഒരു പ്രാവശ്യം കൂടി പോയിട്ട് വരട്ടെ. എന്താ മറ്റത് ഓർമ്മിപ്പിക്കായിരുന്നു. അതുപോലെ തരാതിരിക്കൂ. എടോ, അതിങ്ങെടുക്ക്. കറക്റ്റ്. പിന്നെ ഇയാളെ പരുവത്തി പുറത്തേക്ക് എടുക്കണ്ട. കറക്റ്റ് കറക്റ്റ്. എന്തൊരു വെറുതെ കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നിട്ടാ. സഖാവ് വല്ലതും പറഞ്ഞോ? പറഞ്ഞില്ല, പറയും. മതം വളരാൻ അനുവദിക്കുക എന്നുള്ളത് നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യമല്ല. മതം വളർത്താതെ മതേതരത്വം സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ ലക്ഷ്യം. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിവിടെ കൂടിയിരിക്കുന്നത് ക്ലാസ് എടുക്കാനല്ലല്ലോ. ഒരു മതപുരോഹിതൻ നമ്മുടെ സഖാക്കളുടെ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് എന്തിനാ? അതിലൊരു അപാകതയില്ലേ? ഗൂഢമായ 2 ഉദ്ദേശങ്ങളാണ് അതിനുള്ളിലുള്ളത്. ഒന്ന്, നമ്മുടെ സഖാക്കളുടെ സമരവീര്യം നശിപ്പിക്കുക. 2, മതം വളർത്തിയെടുക്കാനുള്ള പ്രേരണ. ഇതേക്കുറിച്ച് മാർക്സ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളതാണ്. അല്ല, ഇതേക്കുറിച്ച് മാർക്സ് എന്താ പറഞ്ഞിട്ടുള്ളത്? അച്ഛൻ തരുന്ന ഭക്ഷണ സാധനങ്ങൾ വാങ്ങണ്ടെന്ന് വെക്കാം. വിശന്ന് കഴിഞ്ഞിരിക്കുന്ന മക്കളോട് നമ്മൾ എന്ത് സമാധാനം പറയും? മത്തായിച്ച മുതലാളിയുമായി ഞാൻ ഒരു അവസാന റൗണ്ട് സംഭാഷണം കൂടി നടത്താം. 2 ദിവസം കൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിച്ചു തരാം. 6 മാസം കൊണ്ട് തീരാത്ത പ്രശ്നമാണ് 2 ദിവസം കൊണ്ട് തീർക്കാൻ പോകുന്നത്. നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവണം. ഏതാണ്ട് തടഞ്ഞ ലക്ഷണമുണ്ട്. സഖാവ് വല്ലതും പറഞ്ഞോ? അല്ല, ഈ വിട്ടുവീഴ്ച എത്രത്തോളം വേണ്ടി വരും എന്ന് ചോദിക്കായിരുന്നു. അത് ചർച്ച ചെയ്താലേ തീരുമാനിക്കാൻ പറ്റൂ. ഒരു 90% അംഗീകരിച്ചു കിട്ടൂ. ശക്കെല്ലാം കുറഞ്ഞ വല്ല കുഴപ്പമുണ്ടോ? നേതാവ് ഇപ്പൊ ഞങ്ങളുടെ യൂണിയന്റെ പ്രസിഡന്റ് ആണോ അതോ മത്തായിച്ചന്റെ ഇടനിലക്കാരനോ? മര്യാദയ്ക്ക് സംസാരിക്കണം. എനിക്ക് മര്യാദ അല്പം കുറവാ. ഈ 6 മാസം പട്ടിണി കിടന്ന് കഷ്ടപ്പെട്ട് സമരം ചെയ്തതും ഞങ്ങൾ കുറെ പേര് ലോകപ്പിൽ കിടന്ന് പോലീസിന്റെ തല്ലുകൊണ്ടതും എന്തെങ്കിലും നക്കാപ്പീച്ച വാങ്ങിച്ചുകൊണ്ട് സമരം അവസാനിപ്പിക്കാനല്ല. നേതാവിന് മത്തായിച്ച മുതലാളി കാര്യമായിട്ടെന്തോ കൊടുത്തിട്ടുണ്ട്. പാർട്ടി പ്രവർത്തനങ്ങളിൽ ഐതിഹാസികമായി പങ്കുവഹിച്ച ഒരു ഉശിരൻ നേതാവിനെ പറ്റിയാണ് നിങ്ങൾ ഈ അപവാദങ്ങൾ പറയുന്നുള്ള കാര്യം ഓർക്കണം. നേതാവിന്റെ ഐതിഹാസിക ചരിത്രത്തെ പറ്റിയൊക്കെ ഞങ്ങൾക്കും കുറെയൊക്കെ അറിയാം. തട്ടുകട നിർത്തി പാർട്ടിയിലേക്ക് വന്നപ്പോ എന്തുണ്ടായിരുന്നു കയ്യില്? അന്നത്തെ ഓലപ്പര പൊളിച്ച് തെറച്ചിട്ട് കെട്ടിടം പണിത് എങ്ങനെയാ? 3 പെൺമക്കളെ നല്ല നിലയിൽ കെട്ടിച്ചയച്ചില്ലേ? കഴുത്ത് നിറയെ പൊന്നും കൈ നിറയെ കാശും കൊടുത്ത്. പിന്നെ നഗരത്തിൽ ഓടുന്ന സഖാവിന്റെ കാറുകളെ പറ്റിയൊക്കെ ഞങ്ങൾക്കറിയാം. അതല്ല ലോണ. പെൺമക്കളും ലോണായിരുന്നോ? നേതൃത്വത്തെ ചോദ്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല, ഞാൻ അനുവദിക്കില്ല, ഞാൻ സഹിക്കില്ല. ഈ യൂണിയന്റെ നേതൃസ്ഥാനം ഞാൻ പുല്ലുപോലെ രാജിവെച്ചിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അല്ല, ഞാൻ അറിഞ്ഞത് പറഞ്ഞേക്കാം. അനിയനും പെങ്ങളും കൂടി ബലം പ്രയോഗിച്ച് ഫാക്ടറി തുറപ്പിക്കുമെന്നാണ് പുറത്ത് ഞാൻ കേട്ടത്. ചുമ്മാ വിവരങ്ങൾ പറയാതിരിക്കണോ?
അവരല്ല, ഏത് പട്ടി വിചാരിച്ചാലും ഈ ഫാക്ടറി തുറക്കില്ല. അവര് മാത്രമല്ലല്ലോ, നാട്ടിലുള്ള എല്ലാ പട്ടികളും നമുക്ക് എതിരാണല്ലോ. എടോ, ഇറച്ചിയും മീനും മണപ്പിച്ചാൽ വാലാട്ടാത്ത പട്ടികളുണ്ടോ? ഉണ്ട്. ഇപ്പൊ വാലില്ലാത്ത പട്ടികളും ഉണ്ട്. ഡോബർമാൻ വീര്യം കൂടിയതാ. കുഞ്ഞിങ്ങി വന്നേ. എന്തിനാ? നല്ല ഈ മുടിഞ്ഞ പട്ടികൾ ഉറങ്ങാനും സമ്മതിക്കൂലേ? ആരാത്? 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 പട്ടികളൊക്കെ ഇപ്പൊ ആടിന്റെ ശബ്ദത്തിലാ കരയണത്. നോട്ടിത് കേട്ടാ? ഈശ്വര, ഇതെന്തത്? തൽക്കാലം 50,000 ആവശ്യമല്ലുള്ളൂ. അത്യാഗ്രഹം പാടില്ല. കരഞ്ഞോണ്ടിരി. തീർന്ന ഈശ്വര, രക്ഷകൻ ആടിന്റെ രൂപത്തിൽ വന്ന് എന്നെ സഹായിച്ച. നീയായിരുന്നോ? കള്ളനോ? കാറിപ്പോളെ കള്ളൻ. ചിലപ്പോഴൊക്കെ കള്ളന്മാര് കാറിന് പോകും. നീ സ്വപ്നം കണ്ടായിരിക്കും. ഒന്ന് നിക്കണം സാർ. ഈ തറവാട്ടിലെ ഒരാളൊഴികെ ലോകത്തിൽ മറ്റാർക്കും തന്നെ അറിയില്ല ഗായത്രി നിന്റെ ഭാര്യയാണ്. അവളോടൊന്ന് സംസാരിക്കണമെങ്കിൽ ഇനി മുതൽ ഈ സദാശിവന്റെ അനുവാദം വേണ്ടി വരും. മാഡം, അപ്പൊ പേടിയുണ്ട്. നീ ഏത് പാതാളത്തിൽ അവളോടൊപ്പം പോയി ഒളിച്ചാലും ഞാൻ അവിടെയും വരും. മാഡത്തിന്റെ ഉത്തരവാണത്. ഞാൻ എവിടെ പോയാലും താൻ വരും. എവിടെ പോയാലും വരും. ഡ്യൂട്ടി, ഡ്യൂട്ടീസ് ഡ്യൂട്ടി. ഞാനൊന്ന് ചന്ദ്രനിൽ പോയാലോ? അവിടെ വരും. ഞാൻ സമുദ്രത്തിന്റെ അടിയിലേക്ക് പോയാലോ? അവിടെയും വരും. ഞാനൊന്ന് കക്കൂസി പോയാലോ? കക്കൂസ് അവിടെയും വരും. എനിക്ക് കോംപ്ലക്സ് ഇല്ല. അവിടെ നിൽക്കാൻ കക്കൂസിക്കരല്ലേ പരീക്ഷിക്കരുത്. ഞാൻ അവിടെ വരും. നല്ല വെയിറ്റ് ആണല്ലോ. സാമാന്യം. ആരാ സോപ്പ് വെള്ളം അവിടെ കൊണ്ടുവച്ചേ? ഒന്ന് ചവിട്ടണേ, രണ്ടാളിറങ്ങാനുണ്ട്. ആ ചന്ത മുക്കാളറ് മുതലാളിക്ക് അറിയാമോ? കോടീശ്വരനല്ലേ അവൻ, കോടീശ്വരൻ. കൊട്ടാരല്ലേ അവന്റെ വീട്. അവന്റെ വീട്ടിൽ കോടിക്കണക്കിന് നോട്ടുകൾ ബാത്റൂമിലും ബെഡ്റൂമിലും ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. ഈ നോട്ടൊക്കെ കൊണ്ടുവന്നെ ആരാന്നറിയാമോ? അണ്ണോടി പാട്ടിയല്ലേ കൊണ്ടുവന്നത്. അത്രയ്ക്ക് കാശുകാരാണ്. പിന്നെ അച്ഛൻ അബ്കാരി, അമ്മ പഞ്ചായത്ത് പ്രസിഡന്റുകാരി, പിന്നെ 3 ചേട്ടന്മാര്. മൂത്തവൻ പണക്കാരൻ, രണ്ടാമത്തവൻ പണക്കാരൻ, മൂന്നാമത്തവൻ പണക്കാരൻ, മൊത്തം പണക്കാരൻ. നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം? ആകാശവാണിയിലുണ്ടായിരുന്നു.
എപ്പോഴും പഠിക്കുന്നു കേട്ടോടാ. മുതലാളി ഇങ്ങോട്ട് വന്നേ. ആ ഇങ്ങോട്ടാണ്. കുറെ നേരമായാലും നടക്കാൻ തുടങ്ങിയിട്ട്. എവിടെയാ അവന്റെ വീട്? അതാ ഞാനും നോക്കണത്. അപ്പൊ കുറച്ച് നടന്നാൽ മതി, ഇപ്പൊ എത്തും. മാമലാളി കുറച്ചു നടന്നാൽ ശബരിമല എത്തും. യോ എന്തൊരു മായ. മിനിഞ്ഞാന്ന് ഞാൻ വരുമ്പോ അവന്റെ വീട് ഇവിടെ ആയിരുന്നു. ഇത്ര പെട്ടെന്ന് അപ്രത്യക്ഷമായോ? ഇത് മെസ്മറീസോ? ഇങ്ങനെ നോക്കരുത് മുതലാളി. ഒരു മിനിറ്റ്. അയ്യോ സോറി ചേട്ടാ, ഈ ഉണ്ണികൃഷ്ണന്റെ വീട് എവിടെ? ഈ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഒരു പി ഉണ്ണികൃഷ്ണൻ പിന്നെ ഒരു കെ ഉണ്ണികൃഷ്ണൻ. ഈ എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലല്ല, വെറും ഉണ്ണികൃഷ്ണൻ. അഡ്രസ് എന്താ? പള്ളിപ്പറമ്പിൽ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഇല്ലല്ലോ. പള്ളിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണൻ അല്ല, പള്ളിപ്പറമ്പിൽ തന്നെ എന്റെ അഡ്രസ്സാ. അത് ശരി. എടോ എന്തെങ്കിലും ഒരു ക്ലൂ താടോ. കൊള്ളു തരാനായിട്ട് 10 പൈസ എടോ കയ്യിൽ. അതല്ല, ആളിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടല്ലോ. ആളെന്ന് പറഞ്ഞാല് ഈ പച്ച ഷർട്ട് ഇട്ടിട്ട് ചുമന്ന കാറില് ഈ വെള്ള ഷർട്ട് ഇട്ടിട്ട് പൊക്കം കുറഞ്ഞ ഈ ഭ്രാന്തുണ്ടോ? അപ്പൊ ഭ്രാന്തുള്ളവരോട് താൻ സംസാരിക്കണം. പോടോ. എന്റെ സ്വഭാവം പറഞ്ഞേക്കാം. വേണ്ട അല്ല മുതലാളി. ആ പോയാ എന്റെ അടുത്ത് വേണ്ട. സത്യം പറ, അറിയോടാ? എനിക്കറിയില്ല. മുതലാളി അളിയൻ, മുതലാളി അളിയൻ, അളിയാ അളിയാ, ഞങ്ങളുടെ അളിയാ ഓടുന്ന അളിയാ വീഴും. അളിയാ അവിടെ. അയ്യോ അയ്യോ അളിയ നിക്കളിയാ. ഒടുക്കത്തെ വഴി. അയ്യോ നീ ഒറ്റ ഒരുത്തരെല്ലാം കാരണക്കാരൻ. ആ ഇനിയിപ്പോ എല്ലാം കൂടി എന്റെ തലയിലേക്ക് വെച്ചോ. ആളെ കാണിച്ചത് അവനെ പിടിക്കാൻ മേലായിരുന്നോ? അപ്പൊ മുതലാളിക്കാവായിരുന്നില്ലേ? അല്ലെങ്കിൽ പണ്ടേത് ചായക്ക് പറയാനും തന്തക്ക് പറയാനും ഞാൻ ഒരുത്തനുള്ളൂ. പേടിക്കാതിരി, ഞങ്ങളല്ലേ. എടാ ഞാനൊരു തല്ലാനും കൊല്ലാനൊന്നും വന്നല്ലേ. നിന്നെയും കാര്യത്തിൽ ഒന്ന് കാണാൻ വന്നല്ലേടാ. നേരാ. നീ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അവളെന്നെ അന്വേഷിക്കാറുണ്ടോടാ? ഉണ്ടോന്നോ? അവക്ക് ഈ പരമേട്ടന്റെ കാര്യം പറയാനല്ലേ നേരുള്ളൂ. പരമനല്ല, രാമൻ. ആ രാമന്റെ. അവക്ക് സുഖമല്ലേടാ? ഓ പിന്നെ അവക്ക് പരമ സുഖല്ലേ. വാ നമുക്ക് അങ്ങോട്ട് പോവാം. പ്രശ്നം 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 പ്രശ്നമൊന്നുമില്ല. പ്രശ്നം സോൾവ്. പോവാ മുതലാളി. എന്തൊരു ആത്മാർത്ഥ മുതലാളി. കേരടാ ഇങ്ങോട്ട്. എന്തൊരു സ്നേഹമുള്ള അലിയൻ. ഈ അലിയന്മാരായി എങ്ങനെ വേണം? അവൻ നല്ല പയ്യനല്ലേ. അവിടെ ചെന്ന് അവളോട് ചൂടാനൊന്നും നിൽക്കരുത് പറഞ്ഞു. എനിക്കറിയില്ല. അളിയന്മാരെ പോട്ടെ. ഓക്കേ മുതലാളി, മുതലാളി അവൻ പോണു. മുതലാളി, മുതലാളി അവൻ നമ്മളെ പറ്റിച്ചു. അയ്യോ സാരമില്ല, വണ്ടിയുടെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. മുതലാളിയെ സമ്മതിച്ചു. വാ